ഹായ്. മിനിഞ്ഞാന്ന് കരാമയിൽ പോയപ്പം നെയ് പായസം വിത്ത് ഐസ്ക്രീമിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾ നെസ്റ്റോയിൽ പോയായിരുന്നു. അന്ന് നെസ്റ്റോയിൽ പോയി കുട്ടികൾക്കുള്ള ഉടുപ്പുകളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇന്നലെ ഞാൻ നെസ്റ്റോയിൽ പോയ സത്യത്തിൽ വീഡിയോ എടുക്കുന്ന ഇച്ചിരി ലേറ്റ് ആയിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു. ഇന്നലെ പോയി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു. ഈ മാസം ലാസ്റ്റിലോ അടുത്ത മാസം ആദ്യമായിട്ട് ടിക്കറ്റ് എടുക്കും നാട്ടിൽ പോകാൻ. പോയി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. പിന്നെ ഷോപ്പിങ് ഇന്നലെ പോയി കുറച്ച് ചോക്ലേറ്റ്സും ലേസും ഒക്കെ എടുത്തു. പിന്നെ ഷോപ്പിങ്ങിന് കുറച്ചായിട്ട് നടക്കണം. പിന്നെ ഇന്ന് കരാമയിൽ പോകണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഒരുങ്ങിയിരിക്കുന്നു. കരാമയിൽ പോകും. മനു വരും. ഞാനും മാമാട്ടിയും കൂടെ പോവും. മനു കൂടെ അവിടെ മജുവേട്ട വെയിറ്റ് ചെയ്യും. മജുവേട്ട കരാമയിലുണ്ടല്ലോ. അപ്പം അങ്ങോട്ട് പോയി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എവിടെ ഫുഡ് കഴിക്കുന്ന പ്ലാനൊന്നും ചെയ്തില്ല. കരാമയിൽ ചെന്നിട്ട് നമുക്ക് സ്ഥിരം പോകുന്നിടത്തോ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കും. പിന്നെ അതൊരു ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. മാമാട്ടി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. മാമാട്ടിക്ക് പുറത്തൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ ആ ഒരു വ്ളോഗാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം താരയുടെ അടുത്ത് പോകും. ഇവിടെ തൊട്ടടുത്ത് തന്നെ താര താമസിക്കുന്നത്. അന്ന് വീഡിയോയിൽ കണ്ടില്ലേ താര. അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അപ്പോഴത്തേനും മനു വരും. മനു കൂടെ കരാമയിൽ പോകും. അപ്പം അതൊരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ ഇടുക കേട്ടോ. ഞാനും മാമാട്ടിയും കൂടെ ഇറങ്ങി ലിഫ്റ്റിൽ. മാമാട്ടാ എവിടെ പോവാടാ? ഞങ്ങൾ റെഡി ആയതാ. മാമാട്ടി റെഡിയായി. താരയുടെ അടുത്തോട്ട് പോവാണേ. ടാറ്റാ. അതെ, ഇവിടെ ലിഫ്റ്റ് വരും. ഇവിടെ കയറിക്കും. മാമാട്ടി എവിടെ പോവാ? ഇറങ്ങി. ഇച്ചിരി തണുപ്പ് കുറവുണ്ട് കേട്ടോ. ഇന്നലെ അത്യാവശ്യം ഉണ്ടായിരുന്നു. മിനിഞ്ഞാൻ നല്ല കാറ്റായിരുന്നു. ഇന്നിപ്പം വെളിയിറങ്ങിയിട്ട് വലിയ തണുപ്പ് തോന്നുന്നില്ല. കാറ്റില്ല. കാറ്റുള്ളപ്പോഴാണ് തണുപ്പ് കൂടുതൽ. മാമാട്ടി ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് ചെയ്തിട്ട് അവിടുന്ന് ക്രോസ് ചെയ്തിട്ട് ആ കാണുന്ന ബിൽഡിങ്ങിനാണ് താരെ. മാമാട്ടി നല്ല ഹാപ്പി ആട്ടോ. മാമാട്ടാ ടാറ്റ പോവാ. താരയുടെ റൂമിന്റെ ഇപ്പുറത്തെ റൂമിൽ ഒരു കുട്ടിയുണ്ടേ. ആ കുട്ടിയായിട്ട് നല്ല കളിയാണ് ഇവള്. ഇവിടെ റൂമിൽ ആരും കളിക്കാനൊന്നും ഇല്ലാത്തോണ്ട് ബോറടിക്കും. അപ്പൊ അവിടെ ചിലപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാവും ഇതിലൂടെ കളിക്കാനും ഒക്കെ. താരയുടെ ഒക്കെ ഫ്ലാറ്റില് കയറിയേ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താരേന്റെ അടുത്ത് പോവാ. താരേന്റെ അടുത്ത് പോവാ. അവൾക്ക് മനസ്സിലായി, ഇവിടെ ഫ്ലൈറ്റിൽ വന്നപ്പോഴേ മനസ്സിലായി. അപ്പൊ അവിടെ കളിക്കാൻ ആളുണ്ടല്ലോ. താരയൊക്കെ 5ാമത്തെ ഫ്ലോറിലാണ്. ഇവിടെയൊക്കെ റൂമിലെത്തി കേട്ടോ. താരേന്റി വിളിച്ച്. താര ഇവിടെ കിച്ചണിലാ. താര എന്തുകൊണ്ട് പോയി TV കാണുന്നു. കൂട്ടുകാരന് കളിക്കാനുള്ള ആളെ കിട്ടി. അതിന് ഹാപ്പിയാവേ. താര റൂമിൽ വന്നപ്പോ ഇപ്പത്തെ റൂമിലെ ആളുടെ റൂമിന്റെ ഇവിടെ കണ്ടോ, നമ്മുടെ കറിവേപ്പിലൊക്കെ വെച്ചേക്കോ കണ്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് തുളസിയുടെ ചെടിയുണ്ട്. ഇവിടെ നേരെ താഴോട്ട് നോക്കിയാൽ നമ്മള് കണ്ടോ, അതുവഴിയാ വന്നേ കേട്ടോ. ആ വഴി ക്രോസ് ചെയ്ത് ചെരുപ്പൊക്കെ ഊരിയിട്ട് കേട്ടോ. ഇനി കളിക്കാൻ തുടങ്ങുക. മാമാട്ടിയുടെ കൂട്ടുകാരനും ഞാൻ പറഞ്ഞില്ലേ, മാമാട്ടിയുടെ ഒരു പിള്ളേ കളിയാണ്. അവളാകെ റൂമിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവനെ കാണുമ്പോൾ രണ്ടുപേരോട് നല്ല ചാട്ട. അപ്പൊ താര അവലോസ് പൊടി ഒന്ന് കഴിക്കാൻ. മധുരം വേണം. റെഡിയാവുക. ഞാനും താരയും കൂടെ അബ്രെ പോയല്ലേടി. അബ്രെ പോയി കുറച്ചു നേരം ഇരിക്കുക. അപ്പത്തേനും മനു വരും. റെഡിയായി. അബ്രെ നീ ആട്ടെടുത്തില്ലേ? മീന് കൊടുക്കാൻ. അത് പൂത്തു പോയി. ആണോ? ഞങ്ങള് മീന് അവിടെ തീറ്റ കൊടുക്കും. ഇപ്പൊ കൊടുക്കും അല്ലേ? ഇപ്പൊ കൊടുക്കുമല്ലേ? അപ്പൊ അവിടോട്ട് പോവാന്നാ വിചാരിച്ചേ. അപ്പം ഇങ്ങോട്ട് പോവാം. നേരെ കാണുന്നതാണ് അബ്രയെ. അതായത് നമ്മള് ബിൽഡിങ്ങിന്റെ അവിടെ തന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത്. നമ്മുടെ ബിൽഡിങ്ങിന്റെ അടുത്ത് ഇന്ന് നടക്കാനൊക്കെ പോകും. ആ ഒരു ഓർമ്മയല്ലേ. എപ്പോഴും ഞങ്ങള് ടൈം സ്പെൻഡ് ചെയ്യുക വൈകുന്നേരം ഒക്കെ നടക്കാനും ഒക്കെ ഈ അബ്രയിലാണ് പോകുന്നത്. ദുബായിലെ നല്ല രസമാണ്. അബ്ര കാഴ്ചകളൊക്കെ കാണാനും ക്രീക്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ഒക്കെ. കുറച്ച് കഴിയുമ്പോഴാണ്ടേ എൻ്റെ തോളിൽ കയറി. ഇനി മാമാട്ടി നടക്കത്തില്ല. മാമാട്ടി നടക്കാവോ? കുറച്ചു നേരം നടന്നു. ഇപ്പം
ദുബായ് അബ്ര ക്രീക്ക് ദുബായ് ക്രീക്ക്. അക്കരെ സൈഡ് നേരെ ഗോൾഡ് സൂക്ക് കേട്ടോ, ദേര ഗോൾഡ് സൂക്ക്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ അബ്രയുടെ. ഡിന്നറിന് പോകുന്ന ഇതാ കേട്ടോ, നൈറ്റിലാണ് അത്. സൂക്കാട് അങ്ങ് അമ്പലം വരെ ഉണ്ട് കേട്ടോ, പല പല സാധനങ്ങൾ കിട്ടും. അതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്, എന്റെ ചാനലിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. നിൽക്കുമ്പോ ഇപ്പൊ കുറെ പുതുക്കി പണിതിട്ടുണ്ടേ, ഇഷ്ടംപോലെ മീനുണ്ട്. മീൻ അപ്പൊ ആൾക്കാർ കൊണ്ട് ഇങ്ങനെ ആട്ടയും പൊരി അങ്ങനെയൊക്കെ കൊണ്ട് മീൻ കൊടുക്കും. അപ്പൊ ഒരുപാട് മീൻ ഇങ്ങനെ കഴിക്കാൻ വരും. ഇപ്പൊ മീനുണ്ടോ? ഇപ്പൊ വെള്ളം പറ്റിയല്ലേ, ഇച്ചിരി വെള്ളം പറ്റി കിടക്കുവാ. ഈ ഭാഗത്തായിരുന്നേ, ഇവിടെ ഇച്ചിരി കെട്ടിക്കളത്തിയല്ലേ എടി, നേരത്തെ താന്നിരിക്കുവായിരുന്നല്ലേ. ഇവിടെ ഇങ്ങനെ മീൻ ഇഷ്ടം പോലെ വരും. അപ്പൊ ഇങ്ങനെ കണ്ട ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കുമ്പോ അങ്ങനെ പൊങ്ങി. ഇന്ന് വെള്ളം പറ്റി കിടക്കുവാണേ, വെള്ളം ഇച്ചിരി ഇറങ്ങി കിടക്കും. അത് പെട്ടെന്ന് വെള്ളം കൂടുകയും ചെയ്യുവേ, വലിയേറ്റം വലിയിറക്കും. ഇത് കേട്ടോ ദുബായ് അബ്രയാണ് നേരത്തെ നടക്കുന്നേ. ഇത് 12 മണി വരെ ആണെന്ന് തോന്നുന്നു അല്ലേ സർവീസ്? രാത്രിയില് 12 മണി വരെ ഉണ്ട് കേട്ടോ. ഒരു തരത്തിൽ നമുക്ക് അക്കരെ കരെ പോവാം. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അബ്രയിൽ പോകുന്ന വീഡിയോ. അക്കരെയാണേ ഗോൾഡ് സൂക്ക്, നേരെ അക്കരെ സൈഡാണ് കേട്ടോ. അപ്പുറ പോകുന്നുണ്ടോ, ഇവിടുന്ന് എടുത്തിട്ട് ഇതിൽ ആള് ഫുള്ളാകുമ്പോൾ കൊണ്ടുപോകും. എന്നിട്ട് അക്കരയിൽ നമുക്ക് ഇറങ്ങാം. അക്കരയിൽ അപ്പുറയിൽ അതിപ്പോ ഒന്ന് ഫുള്ളായിട്ട് ആൾക്കാർ പോയി. ഞാൻ അടുത്ത ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടിടുന്നുണ്ട്. അങ്ങോട്ട് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇതുവഴിയായി കാണുന്ന ഇതില്ലേ ബ്രിഡ്ജില്ലേ, ഇതുവഴി ഇങ്ങനെ നമ്മള് കേറുന്ന അപ്പുറയില് കരയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അക്കരേന്ന് വരുവാ. മട്ടി ചാര എടുക്കാരെ കൊണ്ട് ഭയങ്കര ബഹളമാണേ. ഈ മൈക്കൊക്കെ കളഞ്ഞു, താര എടുത്തോണ്ട് അങ്ങോട്ട് നടക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇങ്ങനെ കുറെ ചെയറുകളൊക്കെ ഉണ്ടേ. ഇപ്പൊ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം, അതിൽ വെയിറ്റ് ചെയ്തിരിക്കോ, ഇങ്ങനെ അബ്രയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഇപ്പത്തെ സൈഡിൽ കൂടെ റോഡാണ് ഇത്. അങ്ങോട്ട് ബുബൈബ ബസ് സ്റ്റാൻഡിലോട്ട് പോന്നെ, ആ സൈഡിലോട്ട് പോന്നെ. ഇവിടെയൊക്കെ ഞങ്ങൾ നേരത്തെ സ്ഥിരമായിട്ട് വൈകുന്നേരം മജോട്ട ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് നടക്കാൻ വരുന്നു, മീൻ തീറ്റ കൊടുക്കുക. ഇവിടുന്ന് അങ്ങ് വരെ പോവും. ഇതേ സൈഡിൽ കൂടെ അങ്ങ് അക്കരെയല്ല, ഈ സൈഡിൽ തന്നെ അങ്ങ് അറ്റം വരെ പോവും. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, ഇൻഫിനിറ്റി ബ്രിഡ്ജ്. അവിടെയൊക്കെ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ, നാളെ വീക്കെൻഡ് അല്ലേ, നാളെ സൺഡേ ഇവിടെ അവധിയാണല്ലോ. അപ്പം ഇവിടെ നല്ല തിരക്കാ, നടക്കാൻ വരുന്ന ആൾക്കാരും ഇഷ്ടംപോലെ. അല്ലാത്തപ്പോഴും തിരക്കുണ്ട്, എന്നാലും ഇത്ര ഇല്ലല്ലേടി. സാറ്റർഡേ ഒക്കെ വൈകുന്നേരമാ, സൺഡേയിലും നല്ല തിരക്കായി അബ്രയില്. മണിക്കൂർ ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റി ഇങ്ങനെ അതിൽ തന്നെ ഫുഡും എല്ലാം കിട്ടും കേട്ടോ. ഇത്ര 50 തറക്കം അങ്ങാണ്ടാ തോന്നല്ലേ ഒരാൾക്ക്, 50 അങ്ങാണ്ട് ഇങ്ങനെ നമുക്ക് പോവാം. അതില് ഡാൻസ് ഉണ്ട് അല്ലേ, ഡാൻസ് ഒക്കെ ഉണ്ടല്ലേ. താരയൊക്കെ പോയിട്ടുണ്ടേ, ഞാൻ ഇതിലേക്ക് പോയിട്ടില്ല. നോക്കണം, ട്രൈ ചെയ്യണം. പോകുന്നതിന് മുമ്പ് സമയം ഉണ്ടെങ്കിൽ പോണം. അബ്രേന്ന് റൂമിലോട്ട് പോവാണേ. താരയ്ക്ക് അഭിരാജ് വരുന്നുണ്ട്, അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോകും. മനു ഇച്ചിരി ലേറ്റ് ആവും വരാൻ, അതുകൊണ്ട് ഞാൻ റൂമിലോട്ട് പോവാം. മജോട്ട അപ്പം ഇങ്ങോട്ട് വരും, എന്നിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നുള്ളൂ കരാപ്പിൽ. താര പോയി കേട്ടോ ഫുഡ് കഴിക്കാനേ. ഞങ്ങൾ അഭിരാജ് അവിടെ വെയിറ്റ് ചെയ്യും, അതുകൊണ്ട് അങ്ങ് പോയി. തിരിച്ച് ഞങ്ങൾ റൂമിൽ പോവാൻ ലിഫ്റ്റ് നോക്കാം. മനു ലേറ്റ് ആയെന്ന് കാരണം നല്ല ട്രാഫിക് ഉണ്ട്, അപ്പോൾ അരമണിക്കൂർ കൂടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മൾ താഴെ നിൽക്കണ്ടായല്ലോ, റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മജുവേട്ട ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്നിട്ട് ഒരുമിച്ച് പോകാനാണ് പ്ലാന്. ഭയങ്കര ട്രാഫിക്, നാളെ സൺഡേ അല്ലേ, അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങും. ഭയങ്കര ട്രാഫിക്കാണ് ഷാർജയിൽ നിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ. ആരെയും അഭിരാജ് കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം അവർ ഫുഡ് കഴിക്കാൻ എന്നെ വിളിച്ചു. അപ്പം പോകാൻ പറ്റിയില്ല, കാരണം മനു എല്ലാവരും വരുന്നുണ്ടല്ലോ. അപ്പം കരാമേ പോയി ഫുഡ് കഴിക്കാമെന്ന് പ്ലാനാക്കി. അങ്ങനെ വീണ്ടും ഞങ്ങൾ റെഡിയായി. മനു താഴെ വന്നിട്ടുണ്ട്, പോവാണ് ഫുഡ് കഴിക്കാൻ. വീണ്ടും സെറ്റർ മാറി. ഇതെൻ്റെ സെറ്ററാണേ, മറ്റേ മജുവട്ടൻ്റെ ആയിരുന്നിട്ട്. ടൈം ആയിരുന്നു, ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേനും അവരും വന്നു. വണ്ടി മനുവും അഞ്ചും വന്നു. എനിക്കുള്ള കപ്പ ബിരിയാണി പാഴ്സലാക്കിയിട്ടുണ്ട്. അതെന്തുവാ നിനക്കുള്ള കൊത്തു പൊറോട്ടയും എനിക്കുള്ള കപ്പ ബിരിയാണി റെഡിയാണ്. ഡാഡി മാമാട്ടി കൂടെ ഭയങ്കര കളിയാ അറിയുന്നുണ്ട്. എന്താടി കുത്തു പൊറോട്ട കഴിക്കല്ലേ? പൊറോട്ട. അപ്പൊ എന്തുവാ ഇത് എന്താ പൊറോട്ടടി? കൊത്തു പൊറോട്ട. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ഉണ്ട്. ഗൈസ്, ഞങ്ങൾ ഇവിടെ കരാമ പാർക്കില് വണ്ടി പാർക്ക് ചെയ്തിട്ട് കപ്പ ബിരിയാണി പൊറോട്ട കഴിക്കും.
ഈ മനു നല്ല കപ്പ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സ്വന്തമായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണി. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കഴിച്ചു നല്ല ടേസ്റ്റാ. കരാകമ്മ പാർക്കിനുള്ളിലാണ്. ഇവിടെ ഒത്തിരി പേര് നല്ല തിരക്കുണ്ട് കേട്ടോ. നിമിഷ വന്നു, നിമിഷ് കണ്ണനും വന്നു. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാരെ പാട്ടൊക്കെ കേട്ടിരിക്കും കേട്ടോ. ഇവിടെ വലിയ സ്പീക്കറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കാനും ഒക്കെ. എല്ലാരും ഭയങ്കര ഡാൻസ് ഒക്കെയാണ്. ഇത് കളിക്കണി പോയി. നല്ല ഇരുട്ടാണ്. ഞങ്ങളെവിടെ ഇങ്ങനെ ഇരിക്കുവാണ് വെറുതെ. ഇരുട്ടൊന്നും കാണത്തില്ല. മനു മൈക്കും കൊണ്ടൊക്കെ സ്പീക്കറും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പഴത്തെ ആൾക്കാർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഹലോ കളിക്കേ ഇറങ്ങ വാ. കണ്ണാ പേടിയാവോ? പോലീസെ പേടിച്ചെടുത്തിരിക്കും. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. മനു ഇറങ്ങി വരണ്ടേ? ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഹലോ ഞാൻ പ്രേമത്തിൽ ഇതുവരെ കണ്ണെത്താ ദൂരം
കണ്ണീരെല്ലാം കടലിലെ കണ്ടത് കടലിന്റെ കണ്ണീരെല്ലാം കണ്ടത് കടലിലെ കണ്ടത് കടലിന്റെ മനുഷ്യർക്ക് എല്ലാം സൈഡിലാ വണ്ടി പാർക്ക് ചെയ്തേ. അവിടെ ഇതില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്തു. പാർക്കിംഗ് കാണത്തില്ല അവിടെ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നതാണ് കീർത്തിയില്. ഫുഡ് കഴിക്കാൻ വന്ന കോടി ഞാൻ നെയ്ച്ചോറ് ബീഫ്, മനു നെയ്ച്ചോറ് ബീഫ്, 5 മണി പഴകിനി, പിന്നെ മജുവേട്ടൻ പൊറോട്ട മുട്ടക്കറി. അത്ര ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ് ഗൈസ്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അവർക്ക് നെയ്ച്ചോറ് ഞാൻ കൊടുക്കും. പൊറോട്ട എല്ലാം ചെല്ലും. പിന്നെ അവളുടെ പഴകിഞ്ഞ് വരെ ഞങ്ങളെ എടുത്ത് പഠിക്കുന്നത്. പിന്നെ വന്നിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു ബ്ലോഗറായാലും പാർക്കിൽ ഡാൻസ് കളിക്കുന്നത്. ഡാൻസ് കളിച്ചതാണ് പെട്ടെന്നാണ് പോലീസ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ സാങ്കേതിക ലാസ്റ്റ് ആയപ്പോൾ മൈക്കിൻ്റെ ചാർജ് എന്തോ തീർന്നെന്ന് തോന്നുന്നു. വീഡിയോ ഓടാൻ സൗണ്ട് വന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെ ഫുഡൊക്കെ വന്ന് നെയ്ച്ചോറ് ബീഫ് മജോട്ടനുള്ള പൊറോട്ടയൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് പോന്നു. മാമാട്ടി നല്ലതായിട്ട് കഴിച്ചു കേട്ടോ. അവൾക്ക് നെയ്ച്ചോറ് ഇഷ്ടപ്പെട്ടു. നെയ്ച്ചോറ് ഒരു കുറച്ച് കഴിച്ചു. അങ്ങനെ അഞ്ചുവിൻ്റെ പഴങ്ങിഞ്ഞി വന്നു. പഴങ്ങിഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞു. രാത്രിയിൽ 2:30-3 മണിയായി ഞങ്ങൾ പിരിഞ്ഞപ്പം. വീട്ടിലേക്ക് റൂമിലോട്ട് തിരിച്ചു പോയപ്പോഴേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ നിർത്തി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു 3-4 മണിയൊക്കെ ആയി. മാമ്പാട്ടി കിടന്ന് അലയ്ക്കുന്നുണ്ട്. അത് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ സൗണ്ട് ഇല്ലായിരുന്നു. ഓക്കെ, ബൈ ബൈ.